ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഒരുപാട് ടെക്നിക്കുകൾ ഒക്കെ ചെയ്തു നോക്കി, എന്നിട്ടും റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇതിൽ 100% നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. യൂണിവേഴ്സിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തും തരാൻ തയ്യാറാണ്. നിങ്ങളതിൽ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പവർഫുൾ ടെക്നിക്ക് നിങ്ങൾക്ക് ഞാനായിട്ട് പറഞ്ഞു തരുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് എങ്ങനെ നടക്കും, എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. അങ്ങനെയുള്ളവർക്കത് പ്രവർത്തിക്കില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം സാധ്യമാക്കി തരും. യൂണിവേഴ്സിനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസപൂർവ്വം ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്തും തരും. യൂണിവേഴ്സിന് നിങ്ങളോട് നോ പറയാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും മാറിക്കിട്ടും. നിങ്ങളിത് വിശ്വാസപൂർവ്വം ചെയ്യുക. ഇതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തന്ന് ഡെയിലി മോട്ടിവേഷൻ തന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്തി വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഹീലിംഗ് പവർ എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ആദ്യമേ തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് ടിപ്സുകളൊക്കെ അതിനകത്ത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതിനകത്ത് ഒരുപാട് പേരുടെ അനുഭവ കഥകൾ, വിജയിച്ച ഇതുപോലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് വിജയിച്ച അനുഭവ കഥകളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കതെല്ലാം കേട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും അതുവഴി സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക, ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് ടെക്നിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ടെക്നിക്ക് വളരെ പവർഫുള്ളാണ്. ഇത് ലോകമെമ്പാടും തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിലും ഞാനിത് വളരെ നല്ല രീതിയിൽ പരീക്ഷിച്ച് വിജയിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ളൊരു ടെക്നിക്കാണിത്. അപ്പോൾ നിങ്ങൾ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പലരും പറയുന്നുണ്ട് എനിക്കത് ലഭിച്ചിട്ടില്ല എന്നൊക്കെ. നമ്മൾ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ വലിയ കാര്യത്തിനൊരു എനർജി ഉണ്ട്. ആ എനർജിക്കൊപ്പം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി വൈബ്രേഷനിലേക്ക് നിങ്ങൾ ഉയരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിവേഗത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ സാധ്യമാക്കി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെടുക, അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് നടന്നു കിട്ടും. അതായത് നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് ചെറിയ സാധനങ്ങൾ മുറിക്കുമ്പോൾ അതിവേഗത്തിൽ മുറിഞ്ഞു കിട്ടും. അഥവാ കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ മുറിക്കുമ്പോൾ ഇത്തിരി സമയം എടുക്കുന്നുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ്. പക്ഷെ 100% നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ ചോദിച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് തന്നിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ എന്ത് തന്നെ ആയാലും അതെല്ലാം മാറിക്കിട്ടും. നിങ്ങൾ പോസിറ്റീവായി ശാന്തമായിട്ടും സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് ഇത് നിങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത്, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് 100% ഗ്യാരണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള പ്രശ്നം കൊണ്ടാണ്, അല്ലാതെ ഈ പറയുന്ന ടെക്നിക്കുകളിലുള്ള പോരായ്മ കൊണ്ടല്ല. പലരും ധരിക്കുന്ന അങ്ങനെയാണ്. അല്ല, നിങ്ങളിലുള്ള വിശ്വാസക്കുറവ്,
അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതി, ഇതൊക്കെ നടക്കൂ, ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ അത് പ്രവർത്തിക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് 100% ഗ്യാരണ്ടി റിസൾട്ടാണ്. നിങ്ങളത് മനസ്സിലാക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും. യൂണിവേഴ്സ് സദാ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായി നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഒപ്പം ഉണ്ട്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദൈവിക ശക്തി തന്നെയാണ്, അല്ലാതെ വേറെ ഏതൊരു ശക്തിയല്ല. പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. ദൈവത്തിന് തന്നെയാണിത് പറയുന്നത്. നമ്മളൊരു കോമൺ വേർഡാണ് യൂണിവേഴ്സ് എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടെക്നിക്ക് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ടെക്നിക്കിലേക്ക് കിടക്കാം. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്താഗ്രഹമാണ് നിങ്ങൾക്ക് വേഗത്തിൽ നടത്തി കിട്ടേണ്ടത്, അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളോടും ഒരുമിച്ച് പറയരുത്. ഒരാഗ്രഹം ആദ്യം എടുക്കുക. ആ ആഗ്രഹം എടുത്തിട്ട്, ആ ആഗ്രഹം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തത വേണം. എനിക്ക് എന്താണ് ആവശ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അങ്ങനെ വ്യക്തത ഉണ്ടെങ്കിലാണ് നമുക്ക് യൂണിവേഴ്സിനോട് പറയുമ്പോൾ യൂണിവേഴ്സിനും അത് മനസ്സിലാവുകയുള്ളൂ. ആദ്യം നിങ്ങൾക്ക് വ്യക്തത വേണം. നിങ്ങളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം സോപ്പാണെന്ന് വിചാരിക്കുക. ഒരു സോപ്പ് തരൂ എന്നല്ല പറയുന്നത്, ഇന്ന ബ്രാൻഡ് സോപ്പ്. നിങ്ങൾക്കതിൽ വ്യക്തതയുണ്ട്. അപ്പോൾ കേൾക്കുന്ന ആ കടയിൽ നിൽക്കുന്ന ആൾക്കും അത് മനസ്സിലാവും. എന്നതുപോലെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത ആദ്യം വേണം. ഓക്കെ, ആ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആഗ്രഹം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് ആ ആഗ്രഹം നിങ്ങൾ നേടിക്കഴിഞ്ഞു, അതായത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ എഴുതുക. ഈ ടെക്നിക്ക് എത്ര തവണ എഴുതണം എന്ന് ഞാൻ പറയാം. വളരെ പവർഫുൾ ടെക്നിക്കാണോ, നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. വളരെ പവർഫുള്ളാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്തോളൂ. 100% നിങ്ങൾക്ക് റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ആഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ആഗ്രഹം? ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്ക്, ഏത് ജോലി, എവിടെയാണ് ആ ജോലി വേണ്ടത്, ഏത് തസ്തികയിലാണ് ജോലി വേണ്ടത്? ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണെന്ന് വിചാരിക്കുക, ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ, ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറയാം. ഒരു കാറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു കാറാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കാറിൻ്റെ വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് വേണം. ഏത് കാറ്? ബെൻസ് കാറിന് ഉദാഹരണം എടുക്കാം. ആ ബെൻസ് കാറ് ഏത് നിറത്തിലുള്ള കാറാണ്, അത് എത്ര രൂപ വില വരുന്ന കാറാണ്, ഇങ്ങനെ കാറിൻ്റെ വേരിയൻ്റ്, നിറം ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വേണം ആദ്യം തന്നെ. അങ്ങനെയുള്ള ആ കാർ നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണണം. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി കിട്ടി. കാരണം യൂണിവേഴ്സിൻ്റെ പറയുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നിരിക്കും. ഇത് വിശ്വസിക്കുന്നവർക്കാണ് കണ്ണടച്ച് തുറക്കും മുൻപേ അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത്. അതാണ് ലോകത്ത് ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരിങ്ങനെ സമ്പന്നതയിലേക്ക് ഉയർന്നുയർന്ന് പോകുന്നത് അവരതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ അതിന് വിശ്വാസം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലാതെ നിങ്ങൾക്കിത് വർക്ക് ചെയ്യില്ല. നിങ്ങൾ 100% വിശ്വസിക്കുക. അപ്പോൾ ഈ കാറ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് 55 തവണ നിങ്ങൾ എഴുതണം ബുക്കിൽ തുടർച്ചയായിട്ട്. ഈ കാറ്, ഇന്ന കാറ്. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, വ്യക്തത വേണം നിങ്ങൾക്ക്. അപ്പോൾ ബെൻസ് കാറ്, ഇന്ന നിറത്തിലുള്ള കാറ്, അതെനിക്ക് ലഭിച്ച് കഴിഞ്ഞതിന് നന്ദി, അങ്ങനെ എഴുതണം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെയാണ് ഈ യൂണിവേഴ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ ഭാവിയിൽ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇപ്പോൾ നിലവിൽ പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത്. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, ഇപ്പോൾ കിട്ടി എന്നുള്ള അർത്ഥത്തിൽ വർത്തമാനകാലത്തിൽ, അതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. വർത്തമാനകാലത്തിലായിരിക്കണം നിങ്ങൾ വാചകങ്ങൾ എഴുതേണ്ടത്. തെറ്റിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ആഗ്രഹത്തിന് വ്യക്തമായ ചിത്രം വേണം. അതെന്ത് ചെയ്യണം? ആ ചിത്രം നിങ്ങൾക്ക്, ആ മനസ്സിൽ അതിൻ്റെ ചിത്രം വേണം. ആ ചിത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക. 55 തവണ എഴുതണം, തുടർച്ചയായിട്ട് എഴുതണം. സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരുന്നിട്ടാണ് എഴുതേണ്ടത്. എനിക്ക് ഈ ബെൻസ്, ഇന്ന കളറുള്ള കാറ് എനിക്ക് ലഭിച്ച് കഴിഞ്ഞതിന് നന്ദി. ഇങ്ങനെ തുടർച്ചയായിട്ട് 55 പ്രാവശ്യം നിങ്ങൾ എഴുതണം. ഇങ്ങനെ 5 ദിവസം തുടർച്ചയായിട്ട് എഴുതണം. ഇത് എഴുതാൻ പ്രത്യേകിച്ച് സമയമുണ്ടോ എന്ന് ചില സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നാം.
ഏറ്റവും നല്ലത് എഴുതാനായിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള സമയത്താണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് നല്ലത്. കാരണം അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതെന്താ അതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ചാൽ, നിങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള പവർ സോഴ്സാണ്. ആ ഉപബോധ മനസ്സിലേക്ക് ഒരു ആഗ്രഹം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആ ഉപബോധ മനസ്സിൽ പതിയും ആ ചിത്രം അല്ലെങ്കിൽ ആ ആവശ്യം. അങ്ങനെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ 100% അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇതൊരു സയൻസാണ്, ഇത് ഗ്യാരണ്ടിയാണ്. പക്ഷേ ഉപബോധ മനസ്സിൽ പതിയണമെങ്കിൽ സംശയങ്ങൾ പാടില്ല. ഇത് കിട്ടുമെന്നറിയില്ല, ഇതൊക്കെ നടക്കുമെന്നറിയില്ല, ഇങ്ങനെ ചിന്ത വന്നാൽ അത് ഉപബോധ മനസ്സിലേക്ക് പതിയില്ല. ബോധ മനസ്സ്, അതായത് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ്, ഇത് എപ്പോഴും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ പറ്റുമോ, ഇതെന്നെക്കൊണ്ട് പറ്റുമെന്ന്. ഇങ്ങനെ ബോധ മനസ്സ് സദാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബോധ മനസ്സ് കൂടി വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും എന്നുള്ള തരത്തിൽ ബോധ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ബോധ മനസ്സ് വിശ്വസിക്കുന്ന കാര്യമാണ് ഉപബോധ മനസ്സിലേക്ക് പതിയുന്നത്. ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഗ്യാരണ്ടിയായിട്ട് സംഭവിച്ചിരിക്കും. ചില ആളുകൾക്ക് അപ്പോൾ തന്നെ സംഭവിക്കും, ചില ആൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് സംഭവിക്കും, ചില ആൾക്ക് 3 ദിവസത്തിനുള്ളിൽ സംഭവിക്കും. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയും ബോധ്യവും നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന രീതിയും അനുസരിച്ചിട്ടായിരിക്കും അത് സംഭവിക്കുക. പക്ഷെ സംഭവിച്ചിരിക്കും. ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞ എന്ത് കാര്യം സംഭവിച്ചിരിക്കും. അതാണ് ലോകത്തിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മഹാന്മാരും വലിയ ആളുകളൊക്കെ അവരിതുപോലെ ടെക്നിക്ക്, മനസ്സിൻ്റെ പവറിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സ് അത് സാധ്യമാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ 55 തവണ തുടർച്ചയായിട്ട് എഴുതുക. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രാത്രി ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബോധ മനസ്സ് കുറച്ച് ശാന്തമായിരിക്കും. തർക്കങ്ങൾ പറയില്ല. അതായത് ഇത് നടക്കുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള തർക്കങ്ങൾ ബോധ മനസ്സ് പറയില്ല. അത് കുറച്ച് ശാന്തമായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് സജീവമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അത് പതിയാനായിട്ട് എളുപ്പത്തിൽ സാധ്യമാകുമെന്നുള്ളതാണ്. അങ്ങനെ രാത്രി ഉറങ്ങി ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ചിന്ത മനസ്സിൽ മുഴുവനും ഈ ചിന്തയോടെ ആയിരിക്കും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലത് പതിയുകയും നിങ്ങൾക്കത് വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. കാരണം രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രഷായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് നിങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് വളരെ ക്ലിയറായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് വീണ്ടും ഈ ചിന്തയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതെല്ലാം ഉപബോധ മനസ്സിൽ പൂർണ്ണമായിട്ട് പതിയാനായിട്ട് ഇടവരും. ഉപബോധ മനസ്സിൽ പതിഞ്ഞ കാര്യം ഗ്യാരണ്ടിയാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. ലോകത്തത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് എഴുതുക, രാവിലെയും എഴുതുക. ഇനി പകലൊക്കെ പലരും പറയും ഒരു പക്ഷേ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചിലപ്പോൾ സമയം കിട്ടില്ല, അങ്ങനെ ചില തിരക്കുകളൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയുള്ളവർ പകൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല, ഏത് സമയത്തും എഴുതാൻ പ്രശ്നമില്ല. പക്ഷേ എഴുതുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങളൊരു മുറിയിലായതുകൊണ്ട് ആരും ശല്യപ്പെടുത്താതെ, ഇപ്പോൾ 10 പ്രാവശ്യം എഴുതി അല്ലെങ്കിൽ 20 പ്രാവശ്യം എഴുതി, അപ്പോൾ ഒരു ഫോൺ വന്നു, നിങ്ങൾ എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ അടുത്ത മുറിയിലേക്ക് ആരോ പുറത്തുനിന്ന് വിളിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് പോയി, വീണ്ടും വന്ന് എഴുതിയിട്ട് കാര്യമില്ല. തുടർച്ചയായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ആ ആശയം, നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ അത് വേണം. നിങ്ങൾ കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യണം. ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. വിജയത്തിൻ്റെ ഏറ്റവും വലിയ താക്കോല് കൂടിയാണ് ഫീലിങ്സ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞായിട്ട് നിങ്ങൾ മനസ്സിൽ ഭാവനയിൽ കാണുക. നിങ്ങൾ ആ കാറിൽ കയറി ഇരുന്നുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നു. ആ കാറിലെ AC-യുടെ തണുപ്പ് നിങ്ങൾക്കൊരു അനുഭൂതി തരുന്നു. ഇങ്ങനെ അതിൻ്റെ ഒരു സുഖം, സ്റ്റിയറിങ്ങിൽ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം, ആ കാറ് നിങ്ങളുടെ പോർച്ചിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പോർച്ചിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ഇങ്ങനെയെല്ലാം കണ്ടിട്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഈ കാർ എനിക്ക്, ഇന്ന ബ്രാൻഡ് കാറ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ജോലിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ജോലിയാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് വ്യക്തത വേണം. ഏത് സ്ഥാപനത്തിലെ ജോലി, എന്ത് തസ്തികയിലെ ജോലി, ആ ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതിന് നന്ദി എന്നെഴുതുക. ഒപ്പം തന്നെ ആ ജോലിക്ക് നിങ്ങൾ പോകുന്നു, അവിടെ ഒരുപാട് ഓഫീസിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നു. അങ്ങനെ ആ കോറിഡോറിലൂടെ ഓഫീസിൻ്റെ നടക്കുന്നു, എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഭാവനയെ കണ്ടുകൊണ്ട് വേണം ആ സമയത്ത് എഴുതാൻ, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലത് ഫോക്കസ് ആയിരിക്കും. അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുക.
5 ദിവസം ചെയ്യുക. അതായത് 55 തവണ ഇത് എഴുതുക, തുടർച്ചയായിട്ട് ബ്രേക്ക് വരുത്താതെ എഴുതുക, 5 ദിവസം തുടർച്ചയായിട്ട് എഴുതണം. ചില ആളുകൾക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ വളരെ വേഗത്തിൽ നടന്നു കിട്ടും. വലിയ ആഗ്രഹമാണെങ്കിൽ കുറച്ച് സമയമെടുക്കും, പക്ഷെ നടന്നു കിട്ടും. നിങ്ങൾ മടുക്കാതെ ഈ 55 പ്രാവശ്യം എഴുതുന്നത് 5 ദിവസം തുടരുക. എന്നിട്ടും നിങ്ങൾക്കത് നടന്നിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക. ആ യാത്രയിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നടന്ന് കിട്ടിയിരിക്കും. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ഈ പറയുന്ന വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഈ മറുപടി കൃത്യമായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഈ ടെക്നിക്ക് പവർഫുള്ളാണ്, യാതൊരു സംശയമില്ല, 100% വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. എല്ലാവിധ നന്മകളും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.